ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന വിഷയം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. വിവാഹ ജീവിതത്തിൽ സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മുറിവുകളെ എങ്ങനെ സുഖപ്പെടുത്താം എന്നുള്ളതാണ്. അല്ലെ? ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ആ, നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ മുറിവേൽപ്പിച്ചിട്ടില്ലേ? സെൻസ ജോബി ജീവിത സഖിയെ വേദനിപ്പിച്ചിട്ടുണ്ടോ? വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ? ജോബി സെസ്നയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഉണ്ട് ഉണ്ട്. ഒരു ഉദാഹരണം പറയാമോ വേദനിപ്പിച്ചതിന്? ഒരുപാട് സംഭവങ്ങളുണ്ട്, എങ്കിലും ഒരു സംഭവം ഓർമ്മയിൽ വരുന്നത് പറയാം. അത് പറഞ്ഞാൽ ചെറുത് പറഞ്ഞാൽ മതി. ഓക്കെ. സസ്നയ്ക്ക് ജോലിക്ക് പോകുന്നത് ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു പണ്ട്. ആള് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളാണ്. പക്ഷെ ജോലിക്ക് ഇറ്റലിക്ക് ഞങ്ങളുടെ പോകാനായിട്ട്. ഇറ്റലിക്കല്ല, നാട്ടിൽ തന്നെ ജോലി, ടീച്ചിങ് മേഖലയിൽ ആള് ടീച്ചറായിരുന്നു. ടീച്ചിങ് മേഖലയിൽ ടീച്ചറായിരുന്നു ആദ്യം. ഓക്കെ അപ്പൊ ആൾക്ക് ഓക്കെ ഓക്കെ. ബി.എഡ് കഴിഞ്ഞ് അങ്ങനെ അത്യാവശ്യം അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസമുള്ള ആളാണ്. പക്ഷെ ആൾക്ക് ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യത്തിന്റെ ഇതില് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഒരു 4 വർഷമേ പോകാൻ സാധിച്ചുള്ളൂ ജോലിക്ക്. ഓക്കെ. ആ ആ ഹാ 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 ഹാ. പിന്നീട് ആ ജോലി അവസാനിപ്പിച്ച് വീട്ടിലെ മക്കളുടെയും എന്റെയും കാര്യം നോക്കിയാണ് ആള് നിൽക്കണേ. അപ്പൊ ആൾക്ക് അതൊരു വലിയൊരു മുറിവാണ്, ജോലിക്ക് പോകാൻ പറ്റാത്തത് എന്നും എന്നും ഓർമ്മിക്കുന്ന മുറിവായിട്ട് തന്നെ ആള് നിൽക്കണത്. അപ്പൊ ഇങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ ഞങ്ങൾ ശരി തമ്മിൽ ശരി ശരി. സംസാരത്തിലേക്ക് വരുമ്പോൾ അതൊരു വലിയൊരു മുറിവ്. അപ്പൊ ഞാൻ പറയും, നീ ഇത്ര പഠിച്ചതല്ലേ, ഇത്രയും പഠിച്ചിട്ട് നിനക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ നിന്റെ അങ്ങനെ പറഞ്ഞ ആളെ മുറിവ് കേൾപ്പിക്കാറുണ്ട് ഞാൻ ഇപ്പോഴും ചില സമയങ്ങളിൽ. ആ ഹാ 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 ഹാ. അപ്പൊ അത് അതായത് ആൾക്ക് അതായത് മുറിവ് എന്ന് പറയുമ്പോ ഭാര്യ ഭർത്തൃ ബന്ധത്തില് ഒരാളുടെ പ്രതീക്ഷകളെ നമ്മൾ മറ്റേയാള് സപ്പോർട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് സഹായിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനൊരു പ്രതികൂലമായ സാഹചര്യം സൃഷ്ടിക്കുക, അത് ഒരു മുറിവിനുള്ള ഒരു ഉദാഹരണമാണ്. ഇപ്പൊ ജോബി പറഞ്ഞത് ഒരു ഉദാഹരണമാണ്. അതായത് നമ്മുടെ കൂടെ ഒരാൾ ചേരുമ്പോ ആൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ പൂവണിയാതിരിക്കുക, അത് ഒരു വലിയൊരു മുറിവാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടാകാൻ സാധ്യതയുള്ള വലിയൊരു മുറിവാണ്. ഇതുപോലുള്ള മുറിവുകൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദമ്പതികളുടെയും ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഇതുപോലെ പറഞ്ഞ ഇത് സെയിം ആയിരിക്കണമെന്നില്ല, വേറെ പലതും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ് എങ്കിൽ, ഭർത്താവിന്റെ സംസാരം, ഒരു നല്ല വാക്ക് പറയില്ല ചോ, എന്തെങ്കിലും കുറവ് കണ്ടാൽ ചാടി പറയും. അതുപോലെ തന്നെ നമ്മളുടെ സൽപ്പേരിന് ചിലപ്പോൾ കളങ്കം ചാർത്തുന്ന, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ, ആ, ഒരു ഈ സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിനൊക്കെ കോട്ടം വരുത്തുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ നമ്മുടെ ഭാഗത്ത് നമ്മുടെ ജീവിത പങ്കാളിക്ക് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞ ഒരു മുറിവേൽപ്പിക്കുന്ന ഒരവസ്ഥ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വാക്ക് പറഞ്ഞ് സ്നേഹിക്കാന്ന്, എന്നിട്ട് സ്നേഹിക്കാതിരിക്കുക. അപ്പൊ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മുറിവ് എന്ന് പറഞ്ഞാൽ ആദ്യം അതെന്താ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ മുറിവുണ്ടായി കാണും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്നേഹിക്കാന്ന് പറഞ്ഞ് വാക്ക് കൊടുത്ത് ഇറങ്ങി തിരിച്ചാണ് സ്നേഹിക്കാതിരിക്കുക. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭർത്താവിന് വേറൊരു സ്ത്രീയുമായിട്ടൊരു ബന്ധം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, ഇതൊക്കെ വലിയ മുറിവുകളാണ് വിവാഹ ജീവിതത്തിൽ. വലിയ മുറിവുകൾ, ചെറുതല്ല, വലിയ മുറിവുകളാണ്. അല്ലെങ്കിൽ ഒരു കാര്യം മറച്ചു വെക്കുക, സുതാര്യത ഇല്ലാതിരിക്കുക, ഒരു നല്ല വാക്ക് പറയാതിരിക്കുക, അതായത് സ്നേഹരഹിതമായ പെരുമാറ്റം. അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെയൊക്കെ പ്രത്യേകത അനുസരിച്ചിട്ട് നമ്മൾ അറിയാതെ ചിലപ്പോൾ വരും. ഇത് നമ്മുടെ ജീവിത പങ്കാളിയെ വേദനിപ്പിക്കും. ഇപ്പൊ ജോബി പറഞ്ഞ ഒരു ഉദാഹരണം നമ്മുടെ ഈ ഡിസ്കഷന് പറ്റിയ നല്ലൊരു ഉദാഹരണമാണ്. അതായത് ഭാര്യയ്ക്ക് എൻ്റെ കൂടെ ചേരുന്ന സമയത്ത് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് ആ ജീവിത സാഹചര്യം കൊണ്ട് ജോലിക്ക് വിടാൻ പറ്റിയില്ല. അത് ഒരു മുറിവായ ആൾക്ക് മാറി എന്ന് ജോബി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഇതുപോലെ മുറിവുണ്ടാവും. മുറിവില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ജീവിത പങ്കാളിയെ മുറിപ്പെടുത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഇതുവരെ അച്ഛൻ ഞാൻ എന്റെ ജീവിത പങ്കാളിയെ മുറിപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ആരെങ്കിലും? ആരുമില്ല അല്ലെ? മനുഷ്യരല്ലേ, പരിമിതികളല്ലേ, പെരുമാറ്റ വ്യത്യാസം ഉണ്ടല്ലോ. മാത്രമല്ല നമുക്ക് ഈ വികാരങ്ങളൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ പറയാൻ പാടാത്ത വാക്കൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോവുമല്ലോ, അല്ലെ? അങ്ങനെ പല വിധത്തിലുള്ള മുറിവുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരാം. ചിലർക്ക് അത് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. എല്ലാ ദിവസവും എന്തെങ്കിലും മുറിവുണ്ടാവും, എല്ലാ ദിവസവും. മനസ്സിലാവുന്നല്ലോ. കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ പരിഹസിച്ചു, അത് വലിയൊരു മുറിവായിപ്പോയി, വലിയൊരു മുറിവായിപ്പോയി.
അപ്പോൾ ഭാര്യയ്ക്ക് വണ്ണം കൂടുതലാണ്. ആ വണ്ണത്തെ കുറിച്ച് കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അത് ഭാര്യയ്ക്ക് വലിയൊരു മുറിവാണ്. അതുപോലെ തിരിച്ച് ഭർത്താവിന് ചിലപ്പോ സാമ്പത്തികമായിട്ട് അച്ചടക്കമില്ലായ്മയായിരിക്കാം. അപ്പോ അയാളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ചില എന്താ പറയുക മോശ പേരുകൾ വിളിക്കുന്ന ഭാര്യമാരുണ്ടാവും. ഇതൊക്കെ മുറിവുകളാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വൈകാരിക ആവശ്യങ്ങൾ തൃപ്തിപ്പെട്ടാതെ വരുന്നത് മുറിവുകളാണ്. ചിലപ്പോൾ നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് ധിക്കരിക്കുന്നത്, നിരാകരിക്കുന്നത് മുറിവുകളാണ്. അല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ ബർത്ത്ഡേ വന്നു, അത് മറന്നുപോയി, ഭർത്താവ് ഓർത്തിരുന്നില്ല. അയാളുടെ ബർത്ത്ഡേ ആണ് ഞാൻ കൃത്യമായിട്ട് ഓർത്തിരുന്നു, എല്ലാ തവണയും എന്താ സമ്മാനം മേടിച്ചു കൊടുക്കുന്ന ആളാ. പക്ഷെ അയാൾ എന്റെ ബർത്ത്ഡേ ഓർത്തിരിക്കില്ല. ഞാൻ ഇതിനു മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഓർത്തിരിക്കില്ല. അതൊരു മുറിവാണ്. ഇങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി മുറിവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പൊ നിങ്ങൾ നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള മുറിവുകൾ ഏതെങ്കിലും ഒരെണ്ണം ഓർത്തെടുക്കാം. ഒരെണ്ണം മതി, ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ വേദനിപ്പിച്ച ഒരു മുറിവ്, മുറിപ്പെടുത്തിയ ഒരു കാര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാനിപ്പോ ഇത് കഴിയുമ്പോൾ ചോദിക്കാൻ പോവാണ് കേട്ടോ, അതുകൊണ്ട് ഓർത്തിരുന്നോളൂ, ഒരെണ്ണം ഓർത്ത് വെച്ചോളൂ. ചിറ്റോ, ബിന്ദു, ചിറ്റോയെ വേദനിപ്പിച്ച ഒരു കാര്യം പറയാമോ? വേദനിപ്പിച്ച കാര്യം എന്ന് പറയുമ്പോ ആ ചില സമയത്ത് ചില തമാശകള് എനിക്ക് ഇഷ്ടാവില്ല. അപ്പോ ഞാന് അല്ലല്ല തിരിച്ച് ഓക്കെ പറഞ്ഞോ. അവിടുന്നായിരിക്കും മിക്കവാറും തുടങ്ങുന്നത്. അപ്പോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുമ്പോ ഞാൻ മിണ്ടാതിരിക്കും. അപ്പോ പിന്നെ എന്നെ മിണ്ടിക്കാനായിട്ട് നോക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ. ആളപ്പോ ആദ്യം നമ്മളെ വേദനിപ്പിക്കും, അതിന്റെ ഭാഗമായി നമ്മൾ മിണ്ടാതിരിക്കും. അപ്പോ അത് അയാൾക്ക് വിഷമാവും. അങ്ങനെയുള്ള വിഷമാണല്ലേ, അല്ലെ? അതെ അതെ. അപ്പൊ എപ്പോഴും ചിറ്റോയെ വേദനിപ്പിക്കുന്നതിന്റെ പുറകിൽ ചിറ്റോ തന്നെയാണല്ലേ, നമ്മളായിട്ട് വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണോ? പറയാൻ അതായത് ചിലപ്പോ നമ്മൾ വിചാരിക്കും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയിട്ട് വരുമ്പോ ചിലപ്പോ നമ്മൾ പറയും അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോ ചിലപ്പോ ആള് പറയാതെ പോയിട്ട് വരും. അപ്പൊ അങ്ങനെ പോയിട്ട് വരുമ്പോ എനിക്ക് ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാനത് മിണ്ടാതെയൊക്കെ ഇരിക്കും. മിണ്ടാതിരിക്കുന്ന ഒരു അല്ലേ, ആൾക്കത് വേദനയ്ക്ക് കാരണമാകും. ഓക്കെ. അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ഈ ചിലപ്പോ നമ്മൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ഈ മുറിവേൽക്കുന്ന ആളാണെങ്കിൽ എപ്പോഴും നമ്മൾ അതിനെ കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുറിവേൽപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല. അതൊരു അപകടമാണ്. അതായത് ചിലപ്പോൾ വിവാഹ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പാർട്ണർ മറ്റേ പാർട്ണർ വേദനിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ ഈ വേദനിക്കപ്പെടുന്ന പാർട്ണർ ചിന്തിക്കുന്നത് ഞാൻ എപ്പോഴും വേദനിപ്പിക്കപ്പെടാണെന്നുള്ള ധാരണയാണ്. പക്ഷെ അവര് തിരിച്ചും വേദനിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ അതിനെക്കുറിച്ച് നമ്മുടെ കോൺഷ്യസ് ലെവലിൽ ഉണ്ടാവില്ല. അതൊരു അപകടം പിടിച്ച പരിപാടിയാണ്. കാരണം അപ്പൊ നമുക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മുടെ ജീവിത പങ്കാളിയെ ഏതെങ്കിലും വിധത്തില് നമ്മൾ വേദനിപ്പിച്ച ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ പാറ്റേൺ, അല്ലെങ്കിൽ ഒരു ചിന്താരീതി, എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ഒരെണ്ണത്തെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് നമുക്കിപ്പോ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം. എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ഞാൻ ജോബിയിലേക്ക് വരട്ടെ. ജോബി, ഇപ്പൊ ഭാര്യയ്ക്ക് വേദനിച്ചുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പക്ഷെ പെട്ടെന്നൊരു വികാരത്തിന്റെ ഇതിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പെട്ടെന്ന് ആളുടെ സംസാരത്തിൽ എനിക്ക് പറ്റാണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു നിമിഷത്തിലാണ് ചിലപ്പോ ആളെ നമ്മൾ ചോദിക്കും, നീ ഇത്ര പഠിച്ചിട്ട് നിനക്ക് എന്ത് ജോലിക്ക് പോയി, അങ്ങനെ ആ ഒരു സമയത്താണ് അങ്ങനെ സംസാരിക്കണേ. പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. നമ്മൾ ആളോട് ചോദിക്കും, നീ പഠിച്ചിട്ട് ജോലിക്ക് പോവാതിരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ആളുടെ പ്രശ്നം കൊണ്ടാണ് പോവാതിരുന്നത്. അല്ല, പക്ഷെ ആളെ ഒരു വേദനിപ്പിച്ച പിന്നെ ആള് സൈലന്റ് ആവല്ലോ. പിന്നെ കുറച്ച് ആളുടെ ഭാഗം പിന്നെ ആളിന് അത് ആൾക്കൊരു മുറിവായിരുന്നു. ആൾ കരയപ്പോ ആൾക്കത് ഫീലിങ്സ് ആവുന്ന സംഭവമാണ് അത്. അപ്പൊ പിന്നെ അത് മുറിവാകുമ്പോ നമ്മൾ ആ മുറിവുമായിട്ട് ഒരു കുത്തും കൂടി കുത്തും. പിന്നെ ആള് കരയും. പിന്നെ കരഞ്ഞു കഴിഞ്ഞ് പിന്നെ തീർന്ന പ്രശ്നമാണ്. അതെ. അപ്പൊ അങ്ങനെ ഭാര്യയ്ക്ക് മുറിവേറ്റത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടില്? ഇല്ല, പ്രശ്നമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളേ. മാറും. അല്ലേ? സസ്ന, അങ്ങനെ മാറുവോ? അത് കൊറേ നേരത്തേക്ക് കഴിഞ്ഞിട്ട് പിന്നെ മാറും. പിന്നെ വീണ്ടും പറയുമ്പോ വീണ്ടും വരും.
വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ നേരത്തേക്കാൾ കുറച്ചും കൂടി ശക്തി ഉണ്ടാവോ? തീവ്രത കൂടുതലായിരിക്കും. അങ്ങനെ തീവ്രത ഇപ്പൊ കൂടി കൂടി വരുന്നില്ലേ? ചെറുതായിട്ട് ഏ കൂടി. ചെറുതായിട്ട് കൂടുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പൊ ഒരു വാഹനത്തിൽ മറ്റൊരു വാഹനം വന്ന് ഉരസി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പാടുണ്ടാവില്ലേ? പാട്. ആ പാട് അവിടെ ഉണ്ടാവും. ആ പാട് വെച്ചിട്ട് വേണമെങ്കിൽ ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ പാട് വേണമെങ്കിൽ അത് നമ്മൾ വൃത്തിയാക്കിയിട്ടും വേണമെങ്കിൽ ഓടിക്കാം. പക്ഷെ രണ്ടിന്റെ റിസൾട്ട് രണ്ടാണ്, അല്ലെ? ഒന്നല്ല റിസൾട്ട്. നമ്മള് ആ വന്ന കേടുപാട് പരിഹരിച്ചിട്ട് പോകുമ്പോ അതിന്റെ ആ ഒരു വളരെ കൂടുതലായിരിക്കും. എന്നാൽ അത് പരിഹരിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളൊരു ഷൂ ധരിക്കുന്നു, ആ ഷൂവിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കല്ല് കടന്നു കൂടി എന്ന് കരുതുക, എങ്ങനെയുണ്ടാവും നടത്തം? നല്ല സുഖം ഉണ്ടാവും അല്ലേ? കാലുവേദന എടുക്കും. കാല് വേദന എടുക്കും. നമുക്ക് നടക്കുമ്പോൾ ആകെ ഒരു അസ്വസ്ഥത ഉണ്ടാകും. നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ വേദനിപ്പിച്ചിട്ട് ആ വേദനിപ്പിച്ചതിനെ സുഖപ്പെടുത്തിയില്ല എങ്കിൽ ഈ ഷൂവിൽ കല്ല് കയറിയ പോലത്തെ ഒരു കല്ലുകടിയാണത്. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങളിൽ തന്നെ ചിലർക്ക് എന്താ പറയാ, നഷ്ടപ്പെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വിശ്വാസം നഷ്ടപ്പെടും, വിശ്വാസ്യത നഷ്ടപ്പെടും. ആ ബന്ധത്തിലുള്ള നമുക്കൊരു ട്രസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ ഒരു ബോധ്യം ചിലപ്പോൾ നമുക്ക് കുറഞ്ഞു വരും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഭർത്താവ് നിന്ന് ഭാര്യ ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു കാര്യമാണ് അല്പം വാത്സല്യത്തോടെ പെരുമാറുക. ഇയാൾക്ക് ഒരു വാത്സല്യം ഇല്ല, എപ്പോഴും ദേഷ്യമാണ്. അപ്പൊ ആദ്യമൊക്കെ ഭാര്യ എന്ത് ചെയ്യും? അത് തുറന്നു പറയും, ഞാൻ പ്രതീക്ഷിക്കുന്നത് വാത്സല്യമാണ്. പക്ഷെ ഇയാളുടെ ഭാഗത്ത് നിരന്തരം അത് വന്നുകൊണ്ടിരിക്കുകയും അതിനെ സുഖപ്പെടുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ഭാര്യ പതുക്കെ ഇയാളിൽ നിന്നുള്ള ആ പ്രതീക്ഷ വിടും. പിന്നെ വാത്സല്യം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് ഭാര്യയുടെ മനസ്സ് പറയും. പക്ഷെ എന്ത് സംഭവിക്കുന്ന അറിയുമോ? അപ്പൊ അവിടെ ബന്ധത്തിൽ ഒരു വൈകാരികമായ അകലം വരും. അത് നമ്മൾ അറിയുന്നില്ല. പതുക്കെ അത് വരും. അത് ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളിലോ ദേഷ്യമായിട്ട് പുറത്തു വരും. ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രശംസിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, ബന്ധങ്ങൾക്ക് ക്ഷീണം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമുക്കുണ്ടാകുന്ന മുറിവുകളെ നമ്മൾ സുഖപ്പെടുത്തിയില്ല. അപ്പൊ അതുകൊണ്ട് മുറിവുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സുഖപ്പെടുത്തുക എന്നുള്ളതും വളരെ ദൈവികമായ ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ തിന്മകളുടെയും ഉറവിടം, പൈശാചികമായിട്ടുള്ള എല്ലാ പ്രവേശനങ്ങളും, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് പിശാച അല്ലെങ്കിൽ തിന്മ പ്രവേശിക്കുന്നത് മുറിവുകളിലൂടെയാണ്. നിങ്ങൾക്ക് ഏൽക്കുന്ന മുറിവുകൾ സുഖപ്പെട്ടില്ല എങ്കിൽ അതിലൂടെ ഈ പിശാച് നമ്മളിൽ പ്രവേശിക്കും. അത് ചിലപ്പോ ഒരു വെറുപ്പായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഡിക്ഷൻ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തന്നെ കുറിച്ച് തന്നെ ഒരു മതിപ്പില്ലായ്മയിലൂടെ ആയിരിക്കാം. അങ്ങനെ പല വിധത്തിൽ അത് വീണ്ടും തിന്മയിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തില് മുറിവുകൾ ഉണ്ടാകുമ്പോൾ അതിനെ സുഖപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ദൈവികമായ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ഗ്രേസ് റിപ്പിൾസിലൊക്കെ അംഗമായിരിക്കുന്ന സമയത്ത് നമ്മൾ അത് ബോധപൂർവം ചെയ്യേണ്ട കാര്യമാണ്. ഡോണ്ട് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്. ഇത് എങ്ങനെയെങ്കിലും ശരിയായിക്കോളും എന്ന തരത്തിൽ എടുക്കരുത്. മറിച്ച് നമുക്കതിനെ ചെറുതാണെങ്കിൽ പോലും സുഖപ്പെടുത്തണമെന്നാണ്. ചെറുതാണെങ്കിൽ പോലും. ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഉദ്ദേശിക്കാത്ത ഒരു കാര്യമായിരുന്നു ഭാര്യയെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുമ്പോൾ അവൾക്ക് വേദനിക്കും എന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ കളിയാക്കിയപ്പോൾ അവൾക്ക് വേദനിച്ചു. അത് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു, അവളുടെ പെരുമാറ്റത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. അതിനെ പോലും ഞാൻ വളരെ ഗൗരവമായിട്ട് എടുത്തിട്ട് അതിന് റിപ്പയർ ചെയ്യണം, എനിക്ക് സൗഖ്യപ്പെടുത്തണം. അതാണ് ശരിക്കും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിവാഹ ബന്ധം. ക്രിസ്തുവിൽ നമ്മൾ ഐക്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ വിവാഹത്തിൽ ഉണ്ടാകുന്ന ഒരു മുറിവിലൂടെ ഒരു തിന്മയും പടരാനായിട്ട് ഇടവരുത്തരുത്. മറിച്ച് ആ മുറിവിലൂടെ ഒരു സത്യം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം, മുറിവിനെ സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കണം. അതിനുള്ള വഴികളാണ് നമ്മൾ ഇനി അന്വേഷിക്കാനായിട്ട് പോകുന്നത്. സൗഖ്യപ്പെടുത്തിയില്ലെങ്കിൽ ബന്ധം തകരുമെന്ന് നമ്മൾ ഇപ്പൊ തന്നെ ഓർത്തിരിക്കുക. എങ്ങനെ നമുക്ക് സുഖപ്പെടുത്താനായിട്ട് സാധിക്കും? ഞാൻ 3 വഴികളാണ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ജോളി ആൻഡ് ലൈനി ഒന്ന് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ജോളി. ലൈനിയോട് ചോദിക്കട്ടെ. ലൈനി ജോളിയെ വേദനിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കാര്യം പറയാമോ ഞങ്ങളോട്? ചെറുത് ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ
എനിക്ക് ആദ്യം മുതൽ തന്നെ ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. വണ്ടി ഓടിക്കുക, ആ ടൂ വീലർ ഓടിക്കുക അല്ലെങ്കിൽ കാർ ഓടിക്കുക എന്നുള്ളത്. ആ അപ്പം ആ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ അതിക്ക് മുമ്പ് എനിക്ക് പഠിക്കാൻ പറ്റിയില്ലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോ ജോത്സനോട് ഏറ്റവും പറഞ്ഞത് എനിക്ക് ടൂ വീലർ പഠിക്കണം. പുള്ളിക്കൊന്നും സമ്മതിക്കില്ല പഠിക്കാനായിട്ട്. പുള്ളി ആ പറയും നമുക്ക് കുറച്ച് നാളുകൂടി ഒരുമിച്ച് ജീവിക്കാം. അതായത് എനിക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ഇല്ല എന്നാണ് ഉം. ജോത്സന്റെ നോട്ടത്തില്. അപ്പം ആ പിന്നെ ആ ഒരു ആ ദിവസം ഒരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത എന്നെ ഒരു ദിവസം ബൈക്കിൽ കയറ്റി ഇരുത്തിയിട്ട് ഓടിക്കാനായിട്ട് നോക്കി. കുറച്ചു നേരം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓടിച്ചോടിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി കൈ വിട്ടു, ഞങ്ങൾ രണ്ടുപേരും കൂടി റോട്ടിലേക്ക് മറിഞ്ഞു വീണു. അപ്പൊ എന്നെ ഇത്തിരിയെങ്കിലും പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ജോത്സന്റെ മനസ്സിൽ നിന്ന് അത് പൂർണ്ണമായിട്ടും മാറ്റപ്പെട്ടു. അപ്പം ആ ഇപ്പം ബസ് കയറാനൊക്കെ ആയിട്ട് നമ്മൾ നടന്ന് അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ നടന്നു പോയി, അല്ലെങ്കിൽ ജസ്റ്റ് ഷോപ്പിങ്ങിനോ പോയിട്ട് വന്ന് ഇറങ്ങി നടന്നു വരുമ്പോ നമ്മള് ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട് വരെ എത്തുമ്പോൾ നടക്കുമ്പോഴത്തേനും ഈ റോട്ടിൽ കാണുന്നവർ വിചാരിച്ചു, അയ്യോ എന്തിനാ നടക്കണേ, എന്തിനാ നടക്കണേ, വണ്ടി പഠിച്ചില്ലേ എന്ന് എല്ലാരും ചോദിക്കും, ഓടിക്കാൻ പഠിച്ചില്ലേ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോ എനിക്ക് ഉള്ളിൽ നിന്ന് നല്ല ദേഷ്യം വരാം. എല്ലാരും ചോദിക്കണ കേട്ടുകൂടി വന്നു ആ കഴിയുമ്പോ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ അതെല്ലാം ആ ഇങ്ങേരുടെ മേത്തേക്കായിരിക്കും തള്ളുന്നേ. എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചില്ല, ആ ഇപ്പൊ ഞാൻ ഓക്കെ ഓക്കെ നടക്കാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, അത് ഇത് എന്നൊക്കെ പറയും. ഉം അപ്പൊ ഇതെല്ലാം ചിരിച്ച് ഉം കേട്ടുകൊണ്ട് ഉം അവിടെ നിൽക്കും ആള്. അപ്പൊ എനിക്ക് എന്റെ ആ ദേഷ്യം ആ മുഴുവനും ആ ഞാൻ ആ തീർക്കണത് ഈ ആൾക്കാർ ചോദിക്കണേന്റെയും ഞാൻ നടന്നു വരണേന്റെ ബുദ്ധിമുട്ടും എല്ലാം തീർക്കണത് ഉം ഉം. ജോലിച്ചേട്ടനിലായിരിക്കും. നമ്മള് ശരി ശരി. അപ്പൊ അതായത് നമുക്ക് നമ്മുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റാത്തതിന്റെ വേദനയുണ്ട്. ആ അതെ വേദനയില് നമുക്ക് ഭർത്താവിനോട് ദേഷ്യം വരും. അപ്പൊ നമ്മൾ ദേഷ്യത്തോടു കൂടെ സംസാരിക്കും, അല്ലെ? ഒരു അതെ ശാന്തതയില്ലാതെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും, ആളെ കുറ്റപ്പെടുത്തും, അങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ, ഇത് തീർച്ചയായിട്ടും. നമ്മുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ കാര്യത്തെ സൗഖ്യപ്പെടുത്താറുണ്ടോ? അതിനെന്താ ചെയ്യുന്നത്? ഇത് സംഭവിച്ചു, ഇനി സൗഖ്യപ്പെടുത്താൻ എന്ത് ചെയ്യും? ജോലിച്ചേട്ടൻ തന്നെ എന്നെ ആശ്വസിപ്പിക്കുകയും നിനക്ക് അതിപ്പോ നമുക്ക് രണ്ടുപേർക്കും കുറച്ച് നാളുകൂടി ഒരുമിച്ച് ജീവിക്കാന്നേ. അപ്പം ആ അത് നീ പോടിച്ചില്ല, നിനക്ക് എവിടെ പോണം, നിന്നെ ഏത് സ്പോട്ടിൽ എത്തിക്കണം അതിന് ഞാനുണ്ട്. അതേപോലെ തന്നെയാണ് എനിക്കിപ്പോ എവിടെ പോണമെന്ന് പറഞ്ഞാലും പുള്ളി അത് അവിടെ ആ എത്തിച്ചിരിക്കും. നമുക്ക് ആ അപ്പൊ ആ അത് അല്ലല്ല അല്ല ലൈനി, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ലൈനി ഈ മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനെന്ത് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അദ്ദേഹം ചെയ്ത കാര്യമല്ല. ഓക്കെ. ആ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറയും ഓക്കെ, ജോർജേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പൊ എനിക്ക് എന്നോട് പഠിച്ചോളാൻ പറഞ്ഞാലും ഞാൻ അതിന് ഓക്കെ അല്ല, എനിക്ക് അതിന് കോൺഫിഡൻസ് അല്ലല്ല, ഇല്ല. വീണ്ടും 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 നമ്മുടെ ചോദ്യത്തിലേക്ക് വരട്ടെ. ലൈനി ഈ ഭർത്താവിനെ വേദനിപ്പിച്ചു. എങ്ങനെ ഓക്കെ വേദനിപ്പിച്ചു? ദേഷ്യപ്പെട്ടു, ഓക്കെ ദേഷ്യത്തോടെ ചില വാക്കുകൾ പറഞ്ഞു, കുറ്റപ്പെടുത്തി, സപ്പോർട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതിനെ സൗഖ്യപ്പെടുത്തിയോ എന്നുള്ളതാണ് ചോദ്യം. അതിനുവേണ്ടി തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. എന്ത് അപ്പൊ എനിക്ക് കുറച്ച് കഴിഞ്ഞ് എന്റെ ദേഷ്യമൊക്കെ അടങ്ങിക്കഴിഞ്ഞ് സോറി കേട്ടോ ജോലിച്ചേട്ടാ, പോട്ടെ, ഞാൻ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴുള്ള ആ ഒരു ദേഷ്യത്തിന് ഞാൻ പറഞ്ഞേട്ടാ പോട്ടെ വിട്ടുകളാം. അപ്പൊ പുള്ളിക്കും കുറച്ചു നേരം എന്നോട് മിണ്ടാതിരിക്കും. പക്ഷെ ഒരു ദിവസത്തിൽ കൂടുതൽ അങ്ങനെ ഞങ്ങൾ ഒരിക്കലും പിണങ്ങിയിരുന്നിട്ടില്ല ഇന്നേ വരെ. അപ്പോ വൈകുന്നേരം വരെ അപ്പൊ നിക്കുള്ളൂ. ആ അപ്പൊ അപ്പൊ ഞാൻ പറയും ആ പോട്ടെ സാരില്ല, അത് ഇനിയിപ്പൊ എനിക്ക് പഠിക്കൊന്നും വേണ്ട ചോദിച്ചിട്ട് ഞാൻ എന്റെ ദേഷ്യത്തിന് വന്നാലും ചോദിച്ചിട്ട് എനിക്ക് എവിടെ എത്തിക്കാൻ, എനിക്ക് എവിടെ പോണെന്ന് വെച്ചാൽ എന്നെ കൊണ്ടുവന്ന് ആക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ശരി. എനിക്കത് വെയിറ്റ് മതി. വെയിറ്റ് 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 ഇതിങ്ങനെ ചെയ്തു. അത് ഒരു ചൊവ്വാഴ്ചയാന്ന് കരുതുക, ഇങ്ങനെ ദേഷ്യപ്പെട്ടത് ചൊവ്വാഴ്ചയാണ്. അത് അതെ. കഴിഞ്ഞ് ബുധനാഴ്ച നമ്മൾ വണ്ടി നിർത്തിയിട്ട് നടന്നു വരുമ്പോ വീണ്ടും ആൾക്കാർ ഇങ്ങനെ പറയൂലോ. അപ്പൊ നമുക്ക് പഴയ ദേഷ്യം വീണ്ടും വരൂലേ? ഇല്ല, ദേഷ്യം വരെങ്കിലും ഞാനത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്കിപ്പം അത് ഒരു പ്രോബ്ലം, ആര് എന്ത് പറഞ്ഞാലും എനിക്കിപ്പോ അതൊരു പ്രോബ്ലം അല്ല. അപ്പൊ ആ ഞാൻ മുറിവ്, ഐ മീൻ നമ്മുടെ ചേട്ടൻ അതിന്റെ പേരിൽ മുറിപ്പെടുത്തുന്ന രീതി മാറി. മാറി, തീർച്ചയായിട്ടും 100% മാറി. ഓക്കെ. അപ്പൊ അതിനെ ലൈന് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, വേദനിപ്പിച്ചതിന് സോറി പറഞ്ഞു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അതെ അല്ലെ? അതെ അപ്പൊ അതെ ഈ സോറി പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സോറി പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹത്തിന് വേദനിച്ചു എന്ന് നമ്മൾ അംഗീകരിക്കണം. തീർച്ചയായിട്ടും. അതായത് എന്റെ വാക്ക് അയാളെ വേദനിപ്പിച്ചു, അത് അംഗീകരിക്കണമല്ലോ. അതെ അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അതെ എന്നാലല്ലേ നമുക്ക് കാര്യമുള്ളൂ, അല്ലേ? അപ്പോ അതെ നമ്മൾ ആദ്യമേ തന്നെ ഈ മുറിവ് നമ്മൾ മുറിപ്പെടുത്തി എന്ന് അംഗീകരിക്കലാണ്. അയാൾക്കത് വേദനിച്ചു. ചിലപ്പോൾ നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെയുള്ള ആളോട്, ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ചേട്ടന് ശരിക്കും വിഷമായി അല്ലേ? അയാളെ ആ വിഷമം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ശരിക്കും ലൈനി, ഞാൻ നിന്നിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചില്ല. നിനക്കറിയാലോ, ഞാൻ നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക അതിന് മനഃപൂർവ്വം അല്ലല്ലോ.
നിനക്കറിയാലോ നമ്മൾ പോയപ്പോൾ ഒരു തവണ പോയപ്പോൾ വണ്ടി വീണതാണ്. പിന്നെ എനിക്കൊരു ആങ്സൈറ്റി ഉണ്ട്, അതുകൊണ്ടാണല്ലോ, അല്ലാതെ നിന്നോട് എനിക്ക് സ്നേഹക്കുറവൊന്നും ഉണ്ടായതുകൊണ്ടല്ലല്ലോ. അങ്ങനെ അയാളുടെ ആ മുറിവ് എന്താണ്, അയാൾക്ക് അത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറയാനായിട്ട് നമ്മൾ അയാളെ എൻകറേജ് ചെയ്യണം. ഇപ്പൊ അച്ഛൻ പറഞ്ഞ അതേ വാക്ക് ജോലിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാണ്. ഞാൻ താങ്കളുടെ ആ വേദനയെ ഞാൻ ഗൗരവമായിട്ട് കാണുന്നു, അതിനോട് ഞാൻ എമ്പതൈസ് ചെയ്യാണ്. ശരിക്കും ഞാൻ ആ പറഞ്ഞ വാക്കുവഴി ചേട്ടന് വലിയൊരു വിഷമം ഉണ്ടായി അല്ലേ? ഞാൻ ന്യായീകരിക്കുന്നില്ല, ചേട്ടനെ പഠിപ്പിക്കാത്തോണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്, ഇനി ഞാൻ പറയും എന്ന് പറഞ്ഞാൽ പോയി, അത് മുറിവ് വീണ്ടും വലുതാവും. പിടികിടുന്നുണ്ടോ? അതിന് പകരം ഞാൻ മുറിപ്പെടുത്തി ആ മുറിവിന്റെ വേദന അയാൾക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ആ വേദനയെ ഞാൻ ഒപ്പിയെടുക്കുകയാണ്. അതായത് ചേട്ടന് വേദന ഉണ്ടല്ലോ എന്ന് അത് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ, എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് അത് സംസാരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ വേദന, രണ്ടുതരം വേദനയുണ്ട് നമ്മൾ ഓർക്കണം. അപ്പൊ ചെയ്ത പ്രവൃത്തി വഴിയുള്ള വേദനയുണ്ട്, അതിനു മുമ്പ് ചെയ്ത പ്രവൃത്തി വഴിയുള്ള വേദനയുമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ഭർത്താവ് എന്നെ വണ്ടി ഓടിക്കാൻ സഹായിച്ചില്ല, അതിന്റെ വേദന പുറകിൽ കിടപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ബേസിലാണ് നമ്മൾ ഇപ്പൊ മാറുന്നത്. പിന്നെ ഞാൻ ഇദ്ദേഹം ഈ വാക്ക് പറഞ്ഞപ്പോ ഭർത്താവിന് വേദനിക്കുന്നത് ചിലപ്പോ ആ പ്രവൃത്തി വഴിയായിരിക്കും, അല്ലെങ്കിൽ അതിനു മുമ്പ് പണ്ടേ തുടങ്ങി ഇതുപോലെ ദേഷ്യപ്പെടുന്ന ഒരാളാണ്, ഇതുപോലെ ദേഷ്യത്തോടെ സംസാരിക്കുള്ളൂ. അപ്പൊ നമ്മുടെ വേദന, മുറിവിന് അപ്പോഴത്തെ പ്രവൃത്തി മാത്രമായിട്ടല്ല ബന്ധം, അതിന്റെ പഴയകാല പ്രവൃത്തികളുമായിട്ട് ബന്ധം ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയണം. എന്നാലാണ് നമുക്ക് രീതിയിൽ പ്രതികരിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്, അതുവഴി ഉണ്ടാകുന്നത് അത് അപ്പോഴത്തെ കണക്റ്റഡ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വരുന്ന ഒരു കാര്യമാണ് അവിശ്വസ്തത. ചിലപ്പോൾ ഇന്നലെ കണ്ട ഒരു പെൺകുട്ടിയോട് അനാവശ്യമായി ചാറ്റ് ചെയ്യാൻ ചില പുരുഷന്മാരെ അറിയാതെ പ്രലോഭനത്തിൽ വീഴും. ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല, പക്ഷെ അങ്ങനെ വീണുപോയി. അത് കഴിഞ്ഞ് ഭാര്യ അത് പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികം ഭാര്യയ്ക്ക് അത് വേദനിച്ചല്ലോ. ആ ഭർത്താവ് അതിനെ സുഖപ്പെടുത്താൻ ഉത്തരവാദിത്തം ഭർത്താവിനുണ്ട്, സ്വാഭാവികമായി, അയാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. പിടിയിടുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അപ്പോഴുള്ള ഒരു ആക്ട് ആണോ, അതിന് മുമ്പുള്ള ചില പ്രവൃത്തികളുടെ ബാക്കി ഫലമായി വന്നതാണോ, അങ്ങനെയും കൂടി തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സോറി പറയാന്നുള്ളത് ഒരു പരിഹാരമാണ്, അതായത് മുറിവിനെ സൗഖ്യപ്പെടുത്താനുള്ള. പക്ഷേ ആ സൗഖ്യപ്പെടുന്നതിന് മുമ്പായിട്ട് ഇത് നമ്മൾ റിക്കഗ്നൈസ് ചെയ്യണം, വേദന റിക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ആ സ്റ്റെപ്പ് പിടികിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ ഒരാളെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ മുറിവേറ്റ വ്യക്തിയുടെ വേദന, അതിനെ നമ്മൾ ഗൗരവമായി കാണണം, അത് അംഗീകരിക്കണം. അത് അദ്ദേഹത്തോട് തുറന്ന് പറയാനായിട്ട് അദ്ദേഹത്തെ എൻകറേജ് ചെയ്യണം. എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് അത് പറയുമ്പോൾ നമ്മൾ അയാളോട് എമ്പതൈസ് ചെയ്യണം. എമ്പതൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു, അയാളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണം നമ്മൾ കൊടുക്കണം. അതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സോറി പറയുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, ഇപ്പോ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോ ഭാര്യയ്ക്ക് അത് ബുദ്ധിമുട്ടായി എന്ന് ഭർത്താവ് തിരിച്ചറിഞ്ഞു. ആ ബുദ്ധിമുട്ടിനെ ഭർത്താവ് ഒപ്പിയെടുക്കണം, അതിനെക്കുറിച്ച് സംസാരിക്കണം. ആ മുറിവ് ഇതിനു മുമ്പുള്ള ചില പ്രവൃത്തികളുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയും. കാരണം ഇതിനു മുമ്പ് ഇയാൾ ഇതുപോലെ തന്നെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം, മുറിവിന്റെ ഗൗരവം തിരിച്ചറിയുക, അതിനെ ഒരുമിച്ച് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു തുറന്ന സംസാരം വേണം. തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഗം അതിനെ വാലിഡേറ്റ് ചെയ്യണം, അതിനെ എമ്പതൈസ് ചെയ്യണം. എമ്പതൈസ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് പുറകിലേക്ക് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ പരിഗണിക്കണം, തിരിച്ചറിയണം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് വേറെ ഒരാളോട് ചോദിക്കാം. സഞ്ജിത്ത് ആൻഡ് ബിനിഷ ഉണ്ടാവും? ബിനിഷ, ഓക്കെ. സഞ്ജിത്ത് ബിനിഷയെ വേദനിപ്പിച്ചിട്ടില്ലേ? വേദനിപ്പിച്ചു എന്ന് പറയുമ്പോ ഇതിനകത്ത് ഓരോരുത്തരുടെ കേസ് പറയണമല്ലോ, ഞങ്ങളുടെ കേസ് പറയണമല്ലോ. ചെറുതന്നെ വളരെ ബ്രോഡായിട്ടുള്ള ഒരു സ്പെസിഫിക് ഇൻസിഡന്റ് അല്ല. അതായത് നമ്മള് വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളും ട്രോമകളും ഒക്കെ നമുക്ക് മുറിവുകളാണ്. അതെ. അപ്പൊ ഇയാളെ എനിക്ക് കിട്ടുന്നത് 23-24 വയസ്സാവുമ്പോഴാണ് ബിനിഷന്റെ ഭാര്യയാവുന്നത്. കറക്റ്റ്. അപ്പൊ ആ കാലയളവിൽ അയാൾക്ക് വന്ന വേദനകളും ബുദ്ധിമുട്ടും എന്താണെന്നും എങ്ങനെയുള്ളതാണെന്നും അറിയാതെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. കറക്റ്റ്. അപ്പൊ ആ കാലയളവിൽ 1-2 വർഷത്തിലേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പല വേദനകളും പല മുറിവുകളും
പല ഡിപ്രഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഓക്കെ ഒരു ടൈം സ്പാൻ അതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കാനും അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് മനസ്സിലാക്കാനും ആളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖലകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു 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 ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമുക്ക് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഇയാളുടെ പാസ്റ്റ് ഹിസ്റ്ററി ഒന്നും മൊത്തം നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ചില പ്രതീക്ഷകളും ചില ഐഡിയൽസും ആയിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന ഐഡിയൽസിനോട് ഇയാൾ ഫിറ്റിംഗ് ചെയ്യുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ആളോട് ദേഷ്യം വരും. ചിലപ്പോൾ നമ്മൾ അതിനെ ഇച്ചിരി നെഗറ്റീവായിട്ടൊക്കെ സംസാരിച്ചെന്ന് വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ പിന്നീട് മനസ്സിലാക്കി ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമാണ്. ഞാൻ വളർന്ന പോലെയല്ല ആള് വളർന്നത്. ഓക്കെ, അതെ അപ്പൊ നമ്മൾ വേദനിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താ ചെയ്തത്? അത് മനസ്സിലായി. ഇനി എന്താ അത് ചെയ്തത്? അപ്പൊ അത് കഴിഞ്ഞപ്പോ രണ്ട് കൂട്ടരും, അതായത് എന്റെ സാഹചര്യം അങ്ങനെ വേറൊരു സാഹചര്യമാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഓപ്പോസിറ്റ് സാഹചര്യങ്ങളാണ്. അപ്പൊ അത് അതെ അതെ മനസ്സിലാക്കാനുള്ള ഞങ്ങൾ എടുത്തു. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തന്നെ പലതും സോൾവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു. അപ്പൊ ഞങ്ങൾ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് എടുത്തു, ഒരു എടുത്തു. കൗൺസിലർ ആഹാ, എടുത്തു. ഞങ്ങൾ ധ്യാനത്തിന് പോയി, ഒന്ന് ഫോമായി. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു വെരി ഗുഡ്, വെരി ബോണ്ടായി. ഗുഡ്, അങ്ങനത്തെ ഒരു വെരി ബോണ്ടായി. ഗുഡ്, വെരി ഗുഡ്. അതന്നെ. ആ ഇതാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ടത്. അതായത് നമ്മൾ ഒരാളെ വേദനിപ്പിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്, ഐ മീൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ അവിടെ ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ജീവിത സഖിയുടെ മനസ്സിൽ ഒരു സ്കാർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പാട് വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടിമ ഉരസി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പെയിന്റ് പോവില്ലോ, മനസ്സിലാകണ്ട? അതുപോലെ ഒരു 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 ഒരസല് വഴി അവിടെ ചില പാടുകൾ വന്നിട്ടുണ്ട്. നമുക്ക് വന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മളിപ്പോ ചിന്തിക്കുന്ന അങ്ങോട്ട് കൊടുത്ത പാടുകളെ കുറിച്ചാണ്. അങ്ങനെ വന്ന കേടുപാടുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അപ്പം നഷ്ടപ്പെട്ട ചിലതുണ്ട് നമ്മുടെ ബന്ധത്തില്. വിശ്വാസ്യത നഷ്ടപ്പെട്ടു, വൈകാരിക അടുപ്പം നഷ്ടപ്പെട്ടു. എന്തിനു വേണ്ടി കല്യാണം കഴിച്ചുവോ ആ കല്യാണം കഴിച്ചതിന്റെ ആ ഊഷ്മളത നഷ്ടപ്പെട്ടു. അതിന് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതായത് നഷ്ടപ്പെട്ടത് എന്താണോ അതിനെ വീണ്ടെടുക്കണം. അതൊരു ഡിറ്റർമിനേഷനാണ്, തീരുമാനമാണ്. ഇവിടെ നിങ്ങൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് രണ്ടുപേരും കൂടി അത് സാധിക്കാതെ വന്നപ്പോൾ നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്തു. യു വെന്റ് ഫോർ എ റിട്രീറ്റ് ഓർ യു സോ ദ ഹെൽപ്പ് ഓഫ് എ കൗൺസിലർ. അത് വളരെ നല്ല ക്രിയേറ്റീവ് സ്റ്റെപ്പാണ്, വളരെ നല്ല ക്രിയേറ്റീവ് സ്റ്റെപ്പാണ്. ശരിക്കും പറഞ്ഞാൽ മുറിവിനെ സൗഖ്യപ്പെടുത്താനുള്ള വളരെ നല്ലൊരു സ്റ്റെപ്പാണത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലര് ഒരു കൗൺസിലിംഗ് കേൾക്കുമ്പോഴേക്കും നിനക്കാണ് ഭ്രാന്തി, എനിക്ക് ഭ്രാന്തില്ല എന്ന് പറയുന്ന ടൈപ്പ് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പോവില്ല. അതായത് ഒരാൾ ഇപ്പോ മറ്റേ ആൾ വിളിക്കാണ്, ചേട്ടൻ നമുക്കൊരു കൗൺസിലിങ്ങിന് പോവാം, അല്ലെങ്കിൽ നമുക്കൊരു കൗൺസിലിംഗ് പോവാം, അത് പോവില്ല. അത് ഈ സൗഖ്യത്തിന് നേരെ വിപരീതമാണ്. പക്ഷെ ഇത് വളരെ സൗഖ്യം നൽകുന്ന ഒരു കാര്യം. അപ്പോ ഈ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന ഒരു ജനറൽ സ്റ്റെപ്പ്, അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ കൗൺസിലിംഗ് അല്ലെങ്കിൽ റിട്രീറ്റിനൊക്കെ പോവുക. ഇപ്പൊ ചിലത് അത് പോവാതെ തന്നെ നമുക്ക് ചിലപ്പോൾ സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അപ്പോ ഞാൻ അവിടെ ചെയ്ത കാര്യം എന്ന് പറയുന്നത് കുറ്റപ്പെടുത്താന്ന് പറഞ്ഞ പ്രവൃത്തിയാണ്. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് വന്ന നഷ്ടം എന്താണ്, ഭാര്യയുടെ ഫീൽ എന്താണ്, അത് ഞാൻ തിരിച്ചറിയണം. എന്തായിരിക്കും ഭാര്യയുടെ ഫീല്? ഇയാൾക്ക് എന്നോട് സ്നേഹമില്ല. മനസ്സിലായോ? നിരന്തരമായ ഒരു ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു ഭാര്യയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, ഇയാൾക്ക് എന്നോട് സ്നേഹമില്ല. അത് ഫീലാണ്. ഇത് ഞാൻ തിരിച്ചറിയണം. അതായത് ഞാൻ വേദനിപ്പിച്ച പ്രവൃത്തി കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ കുറ്റപ്പെടുത്തുന്ന പറഞ്ഞാൽ അവർക്ക് വന്ന നഷ്ടം എന്താണ്, അവരുടെ ഒരു ഫീലിംഗ് ആണത്. ആ ഫീലിംഗ് എന്താണ്? എൻ്റെ ഭർത്താവിന് എന്നോട് താല്പര്യമില്ല. അപ്പൊ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കണം. ആ താല്പര്യം ഞാൻ സൃഷ്ടിക്കണം. ആ സൃഷ്ടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതാണ് എന്താ പറയുക, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ്. അവിടെയാണ് ഈ നഷ്ടപ്പെട്ടതിനെ നമ്മൾ പരിഹരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് പറ്റിയ ഒരു പ്രവൃത്തി കണ്ടുപിടിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എല്ലാ ദിവസവും ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് ഒരു നല്ല കാര്യം പറയും. ഓക്കെ, ഞാൻ എൻ്റെ ഭാര്യയെ പല പ്രാവശ്യം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആ കുറ്റപ്പെടുത്തിയത് വഴി അവളുടെ മുറിവ് ഞാൻ തിരിച്ചറിഞ്ഞു. ആ മുറിവിൽ അവൾക്ക് ഫീൽ ചെയ്ത കാര്യം എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്നുള്ളതാണ്. അതിനെ ഞാൻ നികത്തുന്നത് എങ്ങനെയാണ്? എല്ലാ ദിവസവും ബോധപൂർവം തന്നെ ഒരു നന്മയിലും കണ്ടെത്തി ഞാൻ അവളോട് പറഞ്ഞിരിക്കും. സൗഖ്യം വരാം, സുഖപ്പെടുത്താം. അപ്പോ നമ്മൾ പറഞ്ഞിരിക്കുമെന്ന് വാക്കാലെ പറയാൻ മാത്രമല്ല, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസിലൂടെ അവതരിപ്പിക്കുകയാണ്.
കൺസിസ്റ്റന്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആവർത്തിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചിലരുണ്ട്, ഒരു കാര്യം സംഭവിച്ചു, സോറി പറഞ്ഞു, അത് എപ്പോഴും സോറിയാണ്, എപ്പോഴും സോറി. അതിന് സോറിക്ക് വിലയില്ലാണ്ടായി പോവാ. മറിച്ച് സോറിയെ നമ്മൾ പ്രവൃത്തിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ആവർത്തിച്ച് നന്മ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നഷ്ടപ്പെട്ടതിനെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്. കറക്റ്റ്. ഇതാണ് സൗഖ്യത്തിനുള്ള രണ്ടാമത്തെ മാർഗം. നഷ്ടപ്പെട്ട വിശ്വാസ്യത, നഷ്ടപ്പെട്ട സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷിതത്വം, അതിനെ വീണ്ടെടുക്കാനുള്ള വഴികൾ മുറിവേൽപ്പിച്ച ആളെ അന്വേഷിക്കുകയും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. ഫ്രാൻസിസ് ആൻഡ് റാണി. താങ്ക് യു സഞ്ജിത്ത് ആൻഡ് ബിനിഷ. ഫ്രാൻസിസ് ആൻഡ് റാണി ഉണ്ടാവും? ചെറുകാട്ട് ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ ആരാണ് കൂടുതൽ വേദനിപ്പിക്കുന്നത്? ഏതാ? രണ്ടുപേരും ഒരുപോലെയാണോ? ഓക്കെ, ഫ്രാൻസിസ് ഏട്ടാ, ഭാര്യ വേദനിപ്പിച്ചതിന് ഒരു ഉദാഹരണം പറയാമോ? വേദനിപ്പിക്കാറുണ്ട്. പ്രധാനമായിട്ടും ഭാര്യയ്ക്ക് ഒരു മുറിവ് ആയിട്ടുള്ള, ഭാര്യയ്ക്ക് ഇത് ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറായിരുന്നു. വൈഫ് പിന്നെ PG കഴിഞ്ഞു, സെറ്റൊക്കെ പാസ്സായി സബ്ജക്റ്റില്. ഇവിടെ അടുത്തൊരു സ്കൂളില് അപ്പോയിന്റ്മെന്റ് കിട്ടി. പക്ഷെ ഒരു ബൾക്ക് എമൗണ്ട് കൊടുക്കണമായിരുന്നു. അപ്പൊ അന്ന് എന്റെ ആ പൈസ ഇല്ല. അപ്പൊ ഭാര്യയുടെ ചേച്ചി തന്നെ പറഞ്ഞു, അത് വേണമെങ്കിൽ ഫണ്ട് ചെയ്യാം, എനിക്കൊരു വാങ്ങിച്ചു തരാമെന്ന് റാണി തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്നത് ഒരു ഫിനാൻഷ്യലി വയബിൾ ആയിട്ടുള്ള എമൗണ്ട് അല്ല, നമ്മളെ സമയത്ത് കൊടുക്കുന്നത്. അത്രയും വലിയ എമൗണ്ട് കൊടുത്ത് ഒരു ജോലി വാങ്ങിക്കുന്നത് വയബിൾ അല്ല എന്നുള്ള ഒരു കടമ്പെടുത്തത്തിൽ ഞാൻ അതങ്ങനെ ആ ജോലി കിട്ടിയില്ല. പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റി, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഓർമ്മ വരും. പ്രത്യേകിച്ച് ഇപ്പൊ പെൻഷനും കൂടി ആയി കഴിഞ്ഞപ്പോൾ പെൻഷൻ എമൗണ്ടിൽ വ്യത്യാസം വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാറുണ്ട്. അങ്ങനെ അതൊരു വലിയൊരു മുറിവായിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇത് വളരെ നല്ലൊരു കേസാണ്. നല്ലൊരു കേസ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിനൊക്കെ വളരെ വ്യത്യസ്തമായ, ഒരു പക്ഷേ ഇനി ആ രീതിയിൽ അത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതായത് ഭാര്യയ്ക്ക് ഒരു ഗവൺമെന്റ് ജോലി വേണമെന്ന് താല്പര്യം, അതിന് പൈസ കൊടുക്കണം. പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഭർത്താവിന് അത്രയും ഫണ്ട് കൊടുക്കാനുള്ള അതിന്റെ ഒരു വയബിലിറ്റിയെ കുറിച്ച് അത്ര ബോധ്യം ഉണ്ടായില്ല. അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു. അത് ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടായി എന്ന് ഇപ്പോൾ ഭർത്താവ് തിരിച്ചറിയുന്നു. കാരണം ഭാര്യ ഇടയ്ക്കിടയ്ക്ക് വിഷമമായിട്ട് അത് പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി ദേഷ്യം അല്ലെങ്കിൽ അസ്വസ്ഥതകൾ കാണിക്കാം, അതൊക്കെ വരാം. ഓക്കെ, എന്നിട്ട് ഫ്രാൻസിസ് ഏട്ടാ, ഇതിനെങ്ങനെ സുഖപ്പെടുത്തുന്നത്? ഹൗ വിൽ യു ഡു ദാറ്റ്? എങ്ങനെ പരിഹരിക്കണി? അത് ഞാൻ പറയാം. അത് പറയൂ. എനിക്ക് മാസം ഒരു ഫിക്സഡ് എമൗണ്ട് എനിക്ക് അയച്ചു വരുന്നുണ്ട്. എനിക്ക് പെൻഷൻ മാതിരി മാസം എനിക്ക് ഒരു 15,000 രൂപ എനിക്ക് ഇട്ട് തരുന്നുണ്ട്. ഓ, ശരി. എന്തിന് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, അത് എന്തിനാ എന്താണെന്നും ചോദിച്ചില്ല. ഓ, അതാണ് നമ്മൾ അന്ന് ചെയ്തതിന്റെ ഒരു പരിഹാരമായിട്ട് ഇപ്പൊ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ റാണിക്ക് എന്ത് തോന്നുന്നു അത് കാണുമ്പോ ആക്ഷൻ ഓഫ് ദ ഹസ്ബൻഡ് എന്ത് തോന്നുന്നു? എനിക്ക് കാരണം എന്റെ ഫ്രണ്ട്സിനൊന്നും അങ്ങനെ ഭർത്താക്കന്മാരങ്ങനെ ഇട്ട് കൊടുക്കുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് ഇട്ട് തന്നതാ. എന്റെ ഈ വിഷമം ആൾക്ക് അറിയാം. കാരണം എനിക്കത് ഒരു വല്ലാത്ത മുറിവ് തന്നെയായിരുന്നു അത്. അപ്പൊ ഇങ്ങനെ ഞാൻ റിട്ടയർ ചെയ്ത് പിറ്റേ മാസം മുതൽ എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് എല്ലാ 1-ാം തീയതി കറക്റ്റ് ആയിട്ട് എനിക്ക് കാശ് വരും എന്റെ അക്കൗണ്ടിലേക്ക്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചൊരു കാര്യം എന്താണ്? അല്ല, അത് മുറിവുണ്ടെന്നോ അതിങ്ങനെ ഒരു ഫിനാൻഷ്യലി അതൊരു ഇൻഡിപെൻഡൻസിന് അത് ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാനത് ചെയ്യേണ്ടതായിരുന്നു. ഒപ്പം അത് ഇപ്പോഴും ഞാൻ കൺവിൻസ്ഡ് അല്ല അത് ചെയ്യുന്നത് ഫിനാൻഷ്യലി വയബിൾ ആയില്ല. പക്ഷെ എന്നാലും എന്റെ ഭാര്യയുടെ ഒരു ഇഷ്ടം എനിക്ക് അന്ന് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ പൈസ സ്കൂളിലെ ശമ്പളം നിന്ന സമയമായി കഴിഞ്ഞപ്പോ ഈ ഒരു പൈസ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ആ മാസം മുകളിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇൻക്രിമെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു എക്സാമ്പിൾ ആണ് കേട്ടോ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം. വളരെ നന്നായിരിക്കുന്നു. വെരി ഗുഡ്, കൊള്ളാം. ഇനി ഇവിടെ ഇത് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഞാൻ ചിന്തിക്കാം. ഇപ്പൊ ഫ്രാൻസിസ് ചേട്ടന് അങ്ങനെ കൊടുക്കാനായിട്ട് ഒരു സാധ്യത ഉള്ളത് കൊണ്ട് കൊടുക്കുന്നു. പക്ഷെ ചില ഹസ്ബൻഡ്സിന് ചിലപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ടാവില്ല.
അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ എങ്ങനെ സൗഖ്യപ്പെടുത്തും? അതായത് കഴിഞ്ഞു പോയൊരു കാര്യം ഇപ്പൊ പരിഹരിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ സിൻസിയറായി നോക്കുമ്പോൾ വേറൊരു മാർഗമൊന്നുമില്ല. ഇതുപോലെ ഫിനാൻഷ്യലൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. എന്ത് ചെയ്യുന്നുള്ളതാണ്. അല്ല, സോറി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെ അബദ്ധം പറ്റുകയാണ് എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള. പക്ഷെ ഇത് അതെ 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 ഇവിടെ ഇപ്പോ അതെ, അതായത് ഭാര്യയ്ക്ക് ജോലി കിട്ടാതെ വന്നതുകൊണ്ട് ഒരു ഫീല് ഉണ്ട്. അതായത് നമുക്കൊരു ഗവൺമെന്റ് ജോലി സ്വന്തമാക്കാൻ കഴിയുമായിരുന്നിട്ടും അത് സാധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അതുവഴി വരാവുന്ന സാമ്പത്തിക ഭദ്രത നമുക്ക് നഷ്ടപ്പെട്ടല്ലോ, അങ്ങനെയുള്ള ചില ഫീല് ചിലപ്പോൾ ഭാര്യയ്ക്ക് ഉണ്ടാകാം. അതിനെ ഇപ്പോൾ ഈ ഫ്രാൻസിസ് സാറിന്റെ ഈ പ്രവൃത്തി വഴി അഡ്രസ് ചെയ്യുന്നുണ്ട്. അത് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയില്ല, അതാകാൻ പറ്റിയില്ല എന്നുള്ളതിനേക്കാൾ ഉപരി സാമ്പത്തിക ഭദ്രതയെ അത്തരത്തിലുള്ള ഒന്നിനെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പറ്റാത്തൊരു സ്ഥിതിയിലാണ് എങ്കിൽ സൗഖ്യം സാധ്യമാവോ? സുഖപ്പെടുത്താൻ പറ്റുമോ? അതൊരു വലിയൊരു വെല്ലുവിളിയാണ്. അത് അത്ര എളുപ്പമല്ല. സുഖപ്പെടുക എന്നുള്ളതാണ്. അതെ, അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമുക്കറിയാലോ ചില മുറിവുകള്, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ചിലൊരു മുറിവ് ഒരു മുറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ സ്വന്തം അമ്മ അസുഖമായി കിടന്നപ്പോ ഭർത്താവ് വിട്ടില്ല, എന്നിട്ട് അമ്മ മരിച്ചതിന് ശേഷം ഫോൺ വന്ന് പോയത്. അപ്പൊ എന്റെ അമ്മയെ ജീവനോടെ ഒരു നോക്ക് കാണാൻ കഴിയാതെ പോയത് ഭർത്താവാന്നുള്ള മുറിവ് ഭാര്യയ്ക്കായി. ഈ ഭർത്താവിന് ഇനി ഈ മുറിവ് എങ്ങനെ ഉണക്കാൻ പറ്റും? അമ്മയെ ജീവനോടെ ഇനി കൊണ്ടുവരാൻ പറ്റൂലല്ലോ. ഹൗ ഹി വിൽ ഡു ഇറ്റ്? അപ്പൊ അവിടെ ഭാര്യയ്ക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? സ്വന്തം അമ്മയെ കാണാൻ പറ്റിയില്ല. സ്വന്തം അമ്മയെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യയ്ക്ക് എന്താണ് നഷ്ടം? അതൊരു വല്ലാത്തൊരു ഒരു 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 വിടവാണല്ലോ അത്. അതിനെ എനിക്ക് പരിഹരിക്കാൻ പറ്റുമോ? ചില സിറ്റുവേഷൻസിൽ പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഈ ഫൊർഗീവ്നെസ് ചോദിക്കലും കൊടുക്കലൊക്കെ പ്രധാനമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ബന്ധം മുമ്പോട്ട് പോവില്ല. കാരണം ചിലത് പരിഹരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. കാലം കഴിഞ്ഞു പോയി, സംഭവം കഴിഞ്ഞു പോയി. അങ്ങനെ വരുമ്പോ നമ്മൾ സോറി ചോദിക്കുകയും കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ നഷ്ടം നികത്താൻ നമ്മളാൽ ആവുന്ന വിധത്തിൽ ശ്രമിക്കുകയും ചെയ്യണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ ചിലപ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റാതെ പോകും. സിൻസിയറായി എഫർട്ട് ഇട്ടാലും പരിഹരിക്കാൻ പറ്റാതെ പോകാം. അപ്പോൾ നമ്മുടെ ഒരു ഫൊർഗീവ്നെസ്, ഒരു ക്ഷമ കൊടുക്കുന്ന രീതിയും ഈ സൗഖ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ക്ഷമ എങ്ങനെ കൊടുക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് വേറെ ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കഷൻ നടത്താം. പക്ഷെ ഇവിടെ നമുക്ക് ക്ഷമ ചോദിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു നഷ്ടപ്പെട്ടത് കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കുന്നതുമാണ് വളരെ പ്രധാനമായ ഒരു കാര്യം. അപ്പൊ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ ബലത്തില് ഒരു സൗഖ്യം നൽകാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം. പക്ഷെ എന്നാലും അവിടെ സിൻസിയർ ആയിട്ട് ക്ഷമ ചോദിക്കുന്നത് ഒരു പരിധി വരെ ചിലപ്പോൾ ഒരു പക്ഷേ അത് സൗഖ്യം നൽകാനായിട്ട് കാരണമാകാം. ഓക്കെ, ഇതാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള നമ്മുടെ വിഷയം. അപ്പം മുറിവുണ്ടാകുന്നു, മുറിവ് വഴി നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. നഷ്ടങ്ങൾ അംഗീകരിക്കുകയും അതിനെ വീണ്ടെടുക്കാൻ നികത്താനായിട്ടുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുന്നു. അത് ആത്മാർത്ഥമായിട്ട് ആവർത്തിച്ച് അതേ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഫ്രാൻസിസ് ചേട്ടൻ പറഞ്ഞ ഉദാഹരണമൊക്കെ വളരെ നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇവിടെ നിങ്ങളുടെ ലൈഫിലൊക്കെ തന്നെ അങ്ങനെ ചില എക്സാമ്പിൾസ് ഒക്കെ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ചിലപ്പോൾ ഒരുപക്ഷെ ഹീൽ ചെയ്യപ്പെടാത്ത മുറിവുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവാം. ചിലപ്പോൾ ഇപ്പൊ നമുക്കറിയാലോ, ഒത്തിരിയേറെ ദമ്പതികളുടെ ഇടയിൽ ഭിന്നതകള്, വിഭാഗീയതകള്, അസ്വസ്ഥതകള്, ഒരുപക്ഷെ വഴിവിട്ട ജീവിതങ്ങള്, അടിമത്തങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഉണ്ടാകുന്നതിന് പുറകില് ഏതെങ്കിലും തിന്മയിലൂടെയുള്ള പൈശാചികമായ ഒരു പ്രവേശനമാണ്. ഇപ്പോ കുറെ വർഷങ്ങളായി സ്നേഹിച്ചു നടന്ന ദമ്പതികൾക്ക് ഒരു 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 ഐ മീൻ ഒരു പ്രത്യേക സമയത്ത് വേറൊരു പുരുഷനോട് വേറൊരു സ്ത്രീയോട് താല്പര്യം തോന്നുന്നു. ചിലപ്പോൾ അതൊരു ചാറ്റായിട്ടും പിന്നീട് ഒരു ബന്ധമൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷെ ഇവർ തമ്മിലുള്ള സ്നേഹത്തിന് കുറവൊന്നുമില്ല. പക്ഷെ ഒരേ സമയം തന്നെ ഇത് നടക്കുന്നു. ചിലപ്പോ അതൊക്കെ വരാൻ സാധ്യത ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ മുറിവ് ചിലത് സുഖപ്പെടാത്തായിരിക്കും. എന്റെ ഭർത്താവ് നല്ല സ്നേഹമുള്ള ഒരാളാണ്, എന്റെ ഭർത്താവ് എനിക്ക് എല്ലാം വാങ്ങി തരുന്നുണ്ട്, എന്റെ ഭർത്താവ് എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്നാൽ എന്റെ ഭർത്താവ് വേണ്ടത്ര പോലെ വാത്സല്യം പ്രകടിപ്പിക്കുന്നില്ല. അതൊരു മുറിവാണ്. വാത്സല്യം പ്രകടിപ്പിക്കുന്നില്ല.
ആ മുറിവ് എന്റെ ഉള്ളില് സുഖപ്പെടാതെ കിടന്നു കഴിഞ്ഞാല് ഒരു പക്ഷെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്റെ ഓഫീസിലുള്ള ഒരാള് എന്നോട് വാത്സല്യം പ്രകടിപ്പിക്കുമ്പോൾ അതിലൂടെ ചിലപ്പോൾ ഒരു തിന്മ എന്നിൽ കടന്നുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തില് ഊഷ്മളമായ ഒരു ബന്ധമാണല്ലോ ദൈവം യോജിപ്പിച്ചത്. അത് നമുക്ക് സാധ്യമാക്കി എടുക്കണമെന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മുറിവുകൾ നമ്മൾ കൊടുത്തത് സൗഖ്യപ്പെടാത്തതായിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിധത്തില് സൗഖ്യം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ വളരെ ഊഷ്മളതയുള്ളതായിട്ട് മാറും. ദൈവം ആഗ്രഹിക്കുന്ന സുന്ദരമായ ബന്ധങ്ങളായിട്ട് മാറും. അത് നമ്മളെല്ലാവരും സിൻസിയറിറ്റി പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ആ സിൻസിയറിറ്റി ഇപ്പൊ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ഒരു വേദനയായിട്ട് മാറി, മുറിവായി മാറി. ആ മുറിവിനെ പരിഹരിക്കാൻ പിന്നെ സുതാര്യത എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള എന്താ പറയുക, ക്രിയേറ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വഴികൾ തേടിക്കൊണ്ട് പൂർണ്ണമായി സൗഖ്യം നമ്മൾ പരസ്പരം കൊടുക്കണം. പിന്നെ ചിലപ്പോൾ നമുക്കറിയാം ബന്ധങ്ങൾ മുമ്പോട്ട് പോകും മുറിവുകളുടെ കൂടെ തന്നെ, പക്ഷെ അത് യാന്ത്രികമായ ബന്ധങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അതിന്റെ കുറവുകൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ഒക്കെ വരും. അതുകൊണ്ട് പരിപൂർണമായ സൗഖ്യം നൽകിക്കൊണ്ട് മുറിവുകൾ സുഖപ്പെടുത്താനുള്ള ഒരു പരിശ്രമം നമുക്ക് നടത്തി നോക്കിയാലോ? അല്ലെ? നമ്മുടെ ആരോടാ ചോദിക്കണ്ടേ? പോളച്ചൻ ആൻഡ് പൗളി ഇരിപ്പുണ്ടല്ലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ. പോളച്ചൻ, പൗളി, നിങ്ങളോടാണ്. അതായത് ഇപ്പൊ നമ്മൾ നടത്തിയ ചർച്ചയുടെ വെളിച്ചത്തിൽ ഈ ഒരു മാസം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു 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 പ്രവൃത്തി പറയാവോ നിങ്ങളുടെയൊക്കെ ആഴ്ചപ്പാടിൽ? നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ മറക്കാതെ മനസ്സിൽ കിടക്കുന്ന എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് കൊടുത്ത് ആ മുറിവിനെ ഉണക്കാൻ ശ്രമിക്കാം. നല്ലൊരു നോമ്പുകാലമാണ്. നോമ്പുകാലത്തിന് പറ്റിയ വിഷയമാണ് അല്ലെ? എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരു പ്രവൃത്തിയാണ്. നമ്മുടെ ഈ ചർച്ചയുടെ ഒരു കൺക്ലൂഷൻ ആയിട്ട്, ഒരു ആക്ഷൻ ആയിട്ട് നമുക്ക് ഈ മാസം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിത പങ്കാളിയെ വേദനിപ്പിച്ച് എന്താണെന്ന് അന്വേഷിക്കണം. അത് താന് ചിലപ്പോൾ വരില്ല. കാരണം നമ്മളിങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കണ്ടുപോയി, ഞാൻ അവളെ വഴക്ക് പറഞ്ഞാലും ശരി, അവളെല്ലാം ചെയ്യുന്നുണ്ട്, പിള്ളേരെ വളർത്തുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവളുടെ ഉള്ളു വേദനിക്കുന്നുണ്ടാകും, ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ മുറിവുണ്ടാകും. അത് ചെറുതാകാം. അപ്പൊ ഒരു വണ്ടിയുമ ഒരു ചെറിയ പൊറലാണെങ്കിൽ ശരി, അതിന് ആ പൊറലുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമ്മൾ ഓർക്കണം, ഒരു 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 കുപ്പി വെള്ളത്തിൽ ചെറിയൊരു തുള്ളി വിഷം മതി മൊത്തം വെള്ളം വിഷമാവാനായിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ നന്മയിൽ തിന്മ ചേർന്ന് ചെറിയൊരു ഒരു കണിക മതി, അത് മൊത്തത്തിൽ വ്യാപിക്കും പതുക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ബോധപൂർവം കണ്ടിട്ട് നമുക്ക് ഈ നോമ്പ് കാലത്തിന്റെ സ്പിരിറ്റില് ആ ഒരു മുറിവ് തിരിച്ചറിഞ്ഞ് അതിനെ അംഗീകരിച്ച് അതിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പരിഹരിക്കാനുള്ള വഴികൾ നമ്മൾ ഒരു നല്ലൊരു കോൺവെർസേഷനിലൂടെ ഡെവലപ്പ് ചെയ്ത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി വഴി അതിനെ സുഖപ്പെടുത്താനുള്ള ഒരു പരിശ്രമം നമുക്ക് നടത്തി നോക്കിയാലോ? ഓൾ യു അഗ്രി? ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് ഈ നോമ്പുകാലം ധന്യമാക്കാം. നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇതോടുകൂടി നമ്മുടെ ഈ സെഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങൾ 4 ദമ്പതികൾക്ക് നല്ല ഷെയറിംഗ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് 4 ദമ്പതികൾക്കും പ്രത്യേകം നന്ദി കേട്ടോ. കർത്താവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് ജീവനുണ്ടാകും, നിത്യജീവനുണ്ടാകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ നോമ്പ് കാലത്ത് അവിടുത്തെ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ കുറച്ചും കൂടി മനോഹരമാക്കാൻ, മധുരതരമാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തുന്ന ഈ എളിയ പരിശ്രമത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. വളരെ പ്രത്യേകമായിട്ട് ഈ ഒരു മാസം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നു പോയിട്ടുള്ള മുറിവുകളെ സുഖപ്പെടുത്താനുള്ള ഒരു മാസമായിട്ട് ഞങ്ങൾ എടുക്കുകയാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ മക്കളെ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചു പോയ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് കർത്താവ് ഞങ്ങൾ മനസ്തപിക്കുന്നു. ഞങ്ങൾ വേദനിപ്പിച്ചത് എന്താണെന്ന് തിരിച്ചറിയാൻ, അവരുടെ മുറിവിന്റെ ആഴം അറിയാൻ, ആ മുറിവ് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നൊരു ബോധ്യം അവർക്ക് കൊടുക്കുവാൻ, ആ മുറിവ് വഴി വന്ന നഷ്ടത്തെ പരിഹരിക്കുവാൻ കർത്താവെ അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നയിക്കണമേ. എല്ലാ തിന്മയുടെ ബന്ധനം ഞങ്ങൾ എടുത്തു മാറ്റണമേ. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഞങ്ങളുടെ ചെറുപ്പകാലത്തുണ്ടായ ചില മുറിവുകൾ വഴിയൊക്കെ ഞങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്ന പൈശാചികമായ ശക്തികളെ കർത്താവെ നീ ദൂരീകരിക്കണമേ. നിന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പരിപൂർണമായി സൗഖ്യം നൽകി ഞങ്ങളുടെ ബന്ധങ്ങളെ അവിടുത്തെ സ്നേഹത്തിന്റെ വലിയ അടയാളങ്ങളാക്കി മാറ്റുവാൻ, ഉയർത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ നോമ്പുകാലത്ത് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. പരിശുദ്ധാമ്മേ, മാതാവേ, വിശുദ്ധാവസ്യ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ ഗ്രേസ് റിപ്പിൾ ശുശ്രൂഷയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.